കേരള NGO സംഘ് കൊല്ലം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. ക്ഷാമബത്ത കുടിശ്ശിക നൽകുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, മെഡിസെപ് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. ക്ഷാമബത്ത കുടിശ്ശിക നൽകുക, ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക, മെഡിസെപ് കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കുക, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ്, സർവീസ് വെയിറ്റേജ്, ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് എന്നിവ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NGO സംഘിന്റെ നേതൃത്വത്തിൽ കൊല്ലം ജില്ലാ കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി K രാധാകൃഷ്ണപിള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. സർവീസിലുള്ള ജീവനക്കാരെ മാത്രമല്ല, സർക്കാർ ജോലി സ്വപ്നം കാണുന്ന യുവതലമുറയെ കൂടി നിരാശപ്പെടുത്തുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ തുടരുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ഗവൺമെന്റിനോട് നിരാശാജനകമായ ഒരു സമീപനമാണ് അവർക്കുണ്ടായിട്ടുള്ളത്. ഇന്ന് നമുക്കറിയാം, കേരളത്തിലെ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന ഒരു ജീവനക്കാരൻ പോലും ഏറ്റവും കുറഞ്ഞത് 1000 രൂപ ശമ്പളം വാങ്ങുമ്പോൾ രാവന്തിയോളം ഉറക്കമുളച്ചിരുന്ന് പഠിച്ച് അവന് ഒരു ജോലിക്ക് വേണ്ടിയുള്ള യോഗ്യത നേടിയതിനു ശേഷം കേരളത്തിലെ PSCയുടെ മത്സര പരീക്ഷയിൽ പാസ്സായി മുൻനിരയിലുള്ള റാങ്കുകളിൽ എത്തിച്ചേർന്ന് ഒരു ജോലി സമ്പാദിക്കുന്ന ഒരു ക്ലറിക്കൽ ജീവനക്കാരന് പോലും വെറും 883 രൂപ ശമ്പളമാണ് കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കണം, കേരളത്തിൽ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾക്ക് പോലും 1000 രൂപ ദിവസ വേതനം ലഭിക്കുമ്പോൾ ഇവിടുത്തെ ക്ലറിക്കൽ ജോലി ചെയ്യുന്ന ഒരു സാധാരണ ജീവനക്കാരന് ലഭിക്കുന്നത് വെറും 883 രൂപയാണ്. ആ സമയത്താണ് കേരളത്തിലെ ഈ സർക്കാർ ജീവനക്കാരുടെ 2024 മുതൽ ലഭ്യമാകേണ്ട ആ ശമ്പള പരിഷ്കരണം അട്ടിമറിച്ചുകൊണ്ട് കേരളത്തിൽ പിണറായി ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷമായിട്ട് ജീവനക്കാരെ ദ്രോഹിച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ ഈ കേരളത്തിലെ ജീവനക്കാർക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും വളരെ വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. കേരള NGO സംഘ് ജില്ലാ പ്രസിഡന്റ് P മനേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം R പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. NGO സംഘ് വനിതാ വിഭാഗം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി NV ശ്രീകല, പെൻഷനേഴ്സ് സംഘ് ജില്ലാ പ്രസിഡന്റ് വേണുഗോപാലക്കുറുപ്പ്, NGO സംഘ് ജില്ലാ സെക്രട്ടറി B ആനന്ദ, വൈസ് പ്രസിഡന്റ് ബിജുകുമാർ S, സുജിത് കുമാർ S, അനിരുദ്ധൻ കോട്ടത്തല, അജീഷ് ബാബു എന്നിവർ പങ്കെടുത്തു. ജില്ലാ കളക്ടർക്ക് നിവേദനവും നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.